നമസ്കാരം. തൃശൂർ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. തൃശൂർ ജനറൽ ആശുപത്രിയുടെ വികസനത്തിന് സംസ്ഥാന സർക്കാർ 5 കോടി രൂപ അനുവദിച്ചു. സ്റ്റാഫ് പാറ്റേണിൽ മാറ്റം വരുത്തി ജനറൽ ആശുപത്രിക്ക് ആവശ്യമായ ജീവനക്കാരെ ഉടൻ നിയമിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി. കാർഷിക സർവകലാശാല മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ പീഡനശ്രമം നടന്നതായി റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് സർവകലാശാല വനിതാ സെൽ റിപ്പോർട്ട് വൈസ് ചാൻസലർ പൂഴ്ത്തിയതായി ആരോപണം. നരേന്ദ്രമോദി സർക്കാരിന്റെ കേന്ദ്ര റെയിൽവേ ബജറ്റ് നാളെ. ഏറെ പ്രതീക്ഷകളോടെ സാംസ്കാരിക നഗരി. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും മുൻ സെക്രട്ടറിയും മാനസികമായി പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ തെളിവെടുപ്പ് ആരംഭിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് ചെയർപേഴ്സൺ നൽകിയ പരാതിയിൽ ആരോപണ വിധേയരായവരെ കമ്മീഷൻ വിചാരണ ചെയ്തു. വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രി ജനറൽ ആശുപത്രിയായി ഉയർത്തുന്നതിന്റെ ഭാഗമായി OP ബ്ലോക്കിന്റെ മുകളിൽ പുതിയതായി 2 നില കൂടി നിർമ്മിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി VS ശിവകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. നിലവിലെ ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രിയാക്കുന്നതിലെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാനും മന്ത്രിതല ചർച്ചയിൽ തീരുമാനമായി. ജനറൽ ആശുപത്രി വികസന പ്രവർത്തനങ്ങൾക്ക് 5 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. സ്റ്റാഫ് പാറ്റേണിൽ മാറ്റം വരുത്തി ജനറൽ ആശുപത്രിക്ക് ആവശ്യമായ ജീവനക്കാരെ ഉടൻ നിയമിക്കും. ഇതിനായി ധനകാര്യ വകുപ്പിൽ നിന്നുള്ള ഉത്തരവ് ഉടൻ ലഭ്യമാക്കാനും യോഗം തീരുമാനിച്ചു. തേർമൽ രാമകൃഷ്ണൻ MLA, ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കുട്ടൻ, മുൻ RMO ഡോക്ടർ ടോണി തുടങ്ങിയവർ പങ്കെടുത്തു. അതേസമയം മന്ത്രിതല ചർച്ചയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കാതിരുന്നത് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. വടക്കാഞ്ചേരി താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയായി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പ്രധാന തീരുമാനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല. നിർമ്മാണം നടക്കുന്ന കെട്ടിടങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഹെൽത്ത് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. മതിയായ ജീവനക്കാരെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കാനും യോഗത്തിൽ തീരുമാനമായി. കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്റർ മേധാവി അധ്യാപികയ്ക്കെതിരെ ലൈംഗിക പീഡനം നടത്തിയെന്ന പരാതി ശരിവെച്ചുകൊണ്ടുള്ള സർവകലാശാല വനിതാ സെൽ റിപ്പോർട്ട് വൈസ് ചാൻസലർ പൂഴ്ത്തിയതായി ആരോപണം. ജൂൺ 27 നൽകിയ റിപ്പോർട്ടിലാണ് ലൈംഗിക പീഡനം നടന്നതായി വനിതാ സെൽ റിപ്പോർട്ട് ചെയ്തത്. സംഭവത്തിൽ ആരോപണ വിധേയനായ ഓഫീസ് മേധാവിയെ സംരക്ഷിക്കാൻ വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ശ്രമിച്ചുവെന്ന ഗുരുതരമായ കണ്ടെത്തലുകളുടെ റിപ്പോർട്ടാണ് പൂഴ്ത്തിയത്. അധ്യാപികയുടെ പരാതി യഥാസമയം കൈകാര്യം ചെയ്യുന്നതിൽ ഉയർന്ന ഉദ്യോഗസ്ഥർ കുറ്റകരമായ അനാസ്ഥ കാണിച്ചതായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. വനിതകൾക്ക് സുരക്ഷിതമായി ജോലി ചെയ്യുന്നതിനുള്ള അന്തരീക്ഷം കാർഷിക സർവകലാശാല സൃഷ്ടിച്ചിട്ടില്ല. സർവകലാശാല നിയമം അനുശാസിക്കുന്ന വിധം അന്വേഷണത്തിനു മുൻപ് സസ്പെൻഡ് ചെയ്യാതെ ആരോപണ വിധേയനായ അധ്യാപകനെ ഉന്നത ഉദ്യോഗസ്ഥർ സംരക്ഷിക്കുകയായിരുന്നുവെന്നും വനിതാ സെല്ലിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. 2013 നവംബർ 13 മുതൽ പരാതിക്കാരിയായ അധ്യാപിക ഓഫീസ് മേധാവിയിൽ നിന്ന് നിരന്തരം പീഡനം നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വൈസ് ചാൻസലറും രജിസ്ട്രാറും അടക്കം 24 പേരിൽ നിന്നാണ് വനിതാ സെൽ മൊഴിയെടുത്തത്. വനിതാ സെൽ അധ്യക്ഷ ഡോക്ടർ സുമ പൌലോസ്, അംഗങ്ങളായ അഡ്വക്കേറ്റ് നാൻസി എക്കരപ്പറ്റി, ഡോക്ടർ K അജിത് കുമാർ, ഡോക്ടർ റോസ് മേരി ഫ്രാൻസിസ്, ഡോക്ടർ ജലജ S മേനോൻ എന്നിവരാണ് റിപ്പോർട്ടിൽ ഒപ്പുവച്ചിട്ടുള്ളത്. കേന്ദ്ര റെയിൽവേ ബജറ്റ് നാളെ അവതരിപ്പിക്കും. നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ റെയിൽവേ ബജറ്റിനെ ഏറെ പ്രതീക്ഷയോടെയാണ് സാംസ്കാരിക നഗരം ഉറ്റുനോക്കുന്നത്. കേന്ദ്ര റെയിൽവേ മന്ത്രി സദാനന്ദ ഗൌഡയാണ് പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിക്കുക. ബജറ്റിന് മുന്നോടിയായി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ജനറൽ മാനേജർ തൃശൂരിലെത്തി വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്തത് സാംസ്കാരിക നഗരിയുടെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂർ ഷൊർണൂർ എക്സ്പ്രസ് തൃശൂരിലേക്ക് നീട്ടുന്നത്, എറണാകുളം കോയമ്പത്തൂർ, എറണാകുളം ഗുരുവായൂർ മെമു സർവീസുകൾ, ഗുരുവായൂർ തിരുനാവായ പാത നിർമ്മാണം, ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലം, ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷൻ ആദർശ സ്റ്റേഷനായി പ്രഖ്യാപിക്കൽ, പുതുക്കാട് റെയിൽവേ മേൽപ്പാലം തുടങ്ങിയ പ്രധാന ആവശ്യങ്ങളിലാണ് തൃശൂർ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പദ്ധതിക്കും ബജറ്റിൽ പണം അനുവദിക്കുമെന്നാണ് പ്രതീക്ഷ. അതേസമയം കേരളത്തിനാവശ്യമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വീഴ്ച വരുത്തിയത് കേരളത്തിന് തിരിച്ചടിയാകുമെന്ന് വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന പ്രസിഡന്റ് ബിന്നി ഇമ്മട്ടി പറയുന്നു. കേരള ഗവൺമെന്റ് ബഡ്ജറ്റ് ചർച്ചകൾക്ക് മുമ്പ് കേരള ഗവൺമെന്റിന് വേണ്ടുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിവേദനങ്ങളും ചർച്ചകളും ഡൽഹിയിൽ പോയി നടത്താറുണ്ട്. അത് പലപ്പോഴും പ്രഹസനമായി മാറുകയാണ് പതിവ്. ഇത്തവണയും ആ പ്രഹസനമാണ് നടന്നത്. കഴിഞ്ഞ ആഴ്ച മാത്രമാണ് റെയിൽവേ മന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കമുള്ള നിവേദന സംഘം ഡൽഹിയിൽ പോയി റെയിൽവേ മന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചത്.
അപ്പോഴേക്കും റെയിൽവേ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അത് തീരുമാനമെടുക്കുകയും അത് പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി അത് പോവുകയുമാണ് ഉണ്ടായത്. അപ്പോൾ ഇത്തവണയും ഈ തരത്തിലുള്ള ഗവൺമെൻറ് ഭാഗത്തു നിന്ന്, സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഒരു നിലപാടും സ്വീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല. കേരളത്തിലോടുന്ന കാലപ്പഴക്കം ചെന്ന ട്രെയിനുകൾ മാറ്റണമെന്നും ബിന്നി ഇമ്മട്ടി ആവശ്യപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും മുൻ സെക്രട്ടറിയും തന്നെ മാനസികമായി പീഡിപ്പിച്ചുവെന്നാരോപിച്ച് മുൻ ജില്ലാ പഞ്ചായത്ത് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വിദ്യാസംഗീത മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ പരാതിയിൽ കമ്മീഷൻ തെളിവെടുപ്പ് ആരംഭിച്ചു. തൃശൂരിൽ നടന്ന കമ്മീഷന്റെ സിറ്റിംഗിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ദാസൻ, മുൻ സെക്രട്ടറി ആർ ശുഭകുമാർ എന്നിവർ ഹാജരായി. ഇരുവരെയും കമ്മീഷൻ അംഗം ആർ നടരാജൻ വിചാരണ ചെയ്തു. പരാതിയിൽ തെളിവെടുപ്പ് ഇനിയും തുടരും. ഇരിങ്ങാലക്കുട എസ്ഐ എം ജെ ജിജോ അകാരണമായി പീഡിപ്പിച്ചുവെന്നാരോപിച്ച് ഇരിങ്ങാലക്കുട സ്വദേശി സജീർ നൽകിയ പരാതി കമ്മീഷൻ സ്വീകരിച്ചു. ടെക്സ്റ്റൈൽ മേഖലയിൽ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് നൽകിയ പരാതിയിന്മേൽ ലേബർ ഓഫീസർ കമ്മീഷന് വിശദീകരണം നൽകി. മൊത്തം 64 പരാതികളാണ് കമ്മീഷൻ പരിഗണിച്ചത്. 10 എണ്ണത്തിൽ വിധി പ്രഖ്യാപിച്ചു. 8 എണ്ണം പരാതിക്കാർ ഹാജരാകാത്തതിനെ തുടർന്ന് തള്ളി. മൊത്തം 18 കേസുകൾ തീർപ്പാക്കുകയും ചെയ്തു. ഇടവേള. വാർത്തകളിലേക്ക്. കുരിയച്ചിറ സെന്റ് പോൾസ് കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷനായിരുന്നു. മേയർ രാജൻ ജെ പല്ലൻ, സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ പ്രിൻസി ആൻഡ്രൂ, സിസ്റ്റർ ഫെലിസിറ്റി, സുമൻ ജോൺ, ഡേവിസ് കൊച്ചുവീട്ടിൽ, MS പോൾസൺ തുടങ്ങിയവർ പങ്കെടുത്തു. ഡിജിറ്റൽ ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം, സോവനീർ പ്രകാശനം, പ്രധാന വ്യക്തികളെ ആദരിക്കൽ എന്നിവയും സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ജിൻഡോ തെക്കിനിയത്ത് സംവിധാനം ചെയ്ത പൌലോ റോമ എന്ന സിനിമാസ്കോപ്പ് നാടകത്തിന്റെ അവതരണം ഏറെ ശ്രദ്ധേയമായി. സ്കൂളിന്റെ നാമധാരി കൂടിയായ വിശുദ്ധ പൌലോസിന്റെ ജീവിതം ആവിഷ്കരിച്ച നാടകത്തിൽ സ്കൂളിലെ 300ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും അണിനിരന്നു. ചലച്ചിത്ര താരം കൂടിയായ ആൻസിലാണ് വിശുദ്ധ പൌലോസായി വേഷമിട്ടത്. ഇന്ത്യ ഇപ്പോൾ ഭരിക്കുന്നത് തലപ്പാവില്ലാത്ത മൻമോഹൻ സിംഗ് ആണെന്ന് കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മുരളി പെരുന്നെല്ലി പറഞ്ഞു. നെല്ലിന്റെ സംഭരണ വില കൊടുത്തു തീർക്കാത്തതിൽ പ്രതിഷേധിച്ച് കർഷക സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിൽ UPA സർക്കാരും BJP സർക്കാരും ഒരേ തട്ടിലാണ്. BJP സർക്കാർ അധികാരത്തിലേറി 1 മാസം തികയുമ്പോഴേക്കും വിലക്കയറ്റത്തിന്റെ ഘോഷയാത്രയാണ് ഉണ്ടായിരിക്കുന്നത്. കുളമ്പ് രോഗം പിടിപെട്ട കന്നുകാലികൾ ചത്ത കർഷകർക്ക് ഇനിയും നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്നും മുരളി പെരുന്നെല്ലി പറഞ്ഞു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PK ഡേവിസ് അധ്യക്ഷനായിരുന്നു. കർഷക സംഘം നേതാക്കളായ അമ്പാടി വേണു, AS കുട്ടി, VN സുർജിത്, CR വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. നേരത്തെ പ്രകടനമായിട്ടെത്തിയ പ്രവർത്തകരെ കളക്ടറേറ്റിന് സമീപം പോലീസ് തടഞ്ഞു. കളക്ടറേറ്റ് ഗേറ്റ് ഉപരോധിച്ച് ധർണ നടത്താൻ പ്രവർത്തകർ ശ്രമിച്ചുവെങ്കിലും പോലീസ് അനുവദിച്ചില്ല. TCV തൃശൂർ ടെലിവിഷൻ ചെയർമാൻ മനോജ് കല്ലാറ്റിന്റെ പിതാവ് വിളക്കപ്പള്ളി വീട്ടിൽ ഗംഗാധരൻ അയ്യന്തോളിലെ വസതിയിൽ നിര്യാതനായി. 74 വയസ്സായിരുന്നു. റിട്ടയർഡ് BSNL ഉദ്യോഗസ്ഥനായ ഗംഗാധരൻ പരേതരായ നാരായണമേനോന്റെയും രുക്മിണിയമ്മയുടെയും മകനാണ്. റിട്ടയർഡ് അധ്യാപിക മല്ലികയാണ് ഭാര്യ. ബാംഗ്ലൂരിൽ ഉദ്യോഗസ്ഥനായ മനീഷാണ് മറ്റൊരു മകൻ. അഞ്ജന, രമ്യ എന്നിവരാണ് മരുമക്കൾ. സംസ്കാരം നാളെ രാവിലെ 9-ന് പാർമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. കേരള ഗവർണർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് A നാഗേഷ് അധ്യക്ഷനായിരുന്നു. KV ശ്രീധരൻ, PS ശ്രീരാമൻ, PM ഗോപിനാഥ്, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ കുറിക്കമ്പനികളെ തകർക്കാനുള്ള കുപ്രചരണങ്ങളാണ് ന്യൂ ജനറേഷൻ ബാങ്കിംഗ് സ്ഥാപനങ്ങൾ നടത്തുന്നതെന്ന് യുണൈറ്റഡ് ചിറ്റ്സ് കമ്പനീസ് അസോസിയേഷൻ ഭാരവാഹികൾ തൃശൂരിൽ പറഞ്ഞു. ഇപ്പോഴത്തെ നിയമനിർമ്മാണം ചിട്ടി വ്യവസായത്തെ തകർക്കാൻ വേണ്ടിയുള്ളതാണ്. സംസ്ഥാന സർക്കാരിന്റെ സമീപകാല നടപടികൾ ചിട്ടി വ്യവസായത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പ് ഏർപ്പെടുത്തിയ ഓപ്പറേഷൻ കുബേരയോട് എതിർപ്പില്ല. എന്നാൽ വമ്പൻ കുത്തക മുതലാളിമാരെ സംരക്ഷിച്ച് ചെറുകിട ചിട്ടി സ്ഥാപനങ്ങളെ തകർക്കാനുള്ള ശ്രമം അവസാനിപ്പിക്കണം. കുറിക്കമ്പനികൾ തകർന്ന് കേരളത്തിലെ
കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ പണം നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാൻ സർക്കാർ തയ്യാറാകണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും ന്യൂ ഇയർ കുറീസ് മാനേജിംഗ് ഡയറക്ടറുമായ എം പ്രസാദ്, അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ജെയിംസ്, ട്രഷറർ ജോഷി ചെട്ടിക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി ഗോൾ ലൈൻ. ഗോൾ ലൈൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആടിമാസ പൂരമൊരുക്കി ലക്ഷ്മി സ്റ്റോഴ്സ്, നാഗ്നാൽ ജംഗ്ഷൻ, തൃശൂർ. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനൽ പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ നാളെയുടെ താരങ്ങളും ആവേശത്തിലാണ്. ഫുട്ബോളിലെ നവമുകുളങ്ങളുടെ ആവേശത്തോടൊപ്പം സംഗീത് ചേരുന്നു. ലോകകപ്പിന്റെ ആവേശം നാടെങ്ങും മലയടിക്കുമ്പോൾ കാൾഡിയൻ ഫുട്ബോൾ അക്കാദമിയിലെ വിദ്യാർത്ഥികൾക്കും പറയാനുണ്ട് ഏറെക്കുറെ. അവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്കിന്ന് ഇറങ്ങിച്ചെല്ലാം. എന്റെ പേര് ആകാശ്. എത്ര പഠിക്കണേ? ഒന്നില്. നന്നായി ഫുട്ബോളൊക്കെ കളിക്കുമോ? ഏത് ടീമിന്റെ ആരാധകനാണ്? ബ്രസീൽ ഈ പ്രാവശ്യം കപ്പടിക്കുമെന്ന് ഉറപ്പുണ്ട്. ബ്രസീലിന്റെ ആരാധനായിട്ട് അർജന്റീന ജേഴ്സിയാണ്. ഇവിടെ പരിശീലനമൊക്കെ എങ്ങനെയുണ്ട്? ഏത് ടീമിന്റെ ആരാധന? ബ്രസീലിന്റെ. ടീം ജയിക്കും. നെയ്മറിന്റെ അഭാവത്തില് അത് ക്യാപ്റ്റൻ കളിക്കാൻ പറ്റില്ല. രണ്ടാളുടെ അഭാവത്തില് ടീം ജയിക്കും തോന്നുന്നില്ല. നല്ല ബെസ്റ്റ് പ്ലേയേഴ്സ് പുറത്താ ഇരിക്കണം. പിന്നെ എങ്ങനെ ജയിക്കുക? അർജന്റീന. ഇഷ്ടതാരാ? മെസ്സി. അപ്പോ അടുത്ത് ഹോളണ്ടിന്റെ ഒപ്പം കളി ജയിക്കും. അത് ജയിക്കും, ഉറപ്പുണ്ട്. ജയിക്കുന്ന ഉറപ്പ്. കപ്പടിക്കുമോ പ്രാവശ്യം? ഇപ്പോ മെസ്സി ഇപ്പോ ഏറ്റവും കൂടുതൽ ഗോള് വിൻ ചെയ്യുന്ന ആളാവും. സ്വർണ്ണ പദവിന് അർഹനാവും തോന്നുന്നു. അർജന്റീന. ഇവിടെ ഇതൊക്കെ അർജന്റീനക്കാരാണോ? മെസ്സി. നെയ്മറിന് ഇഷ്ടമാണ്. ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കുന്ന ആഗ്രഹം തോന്നിയിട്ടുണ്ട്. വളർന്ന് ഇങ്ങനെ ഫുട്ബോൾ ക്യാമ്പുകളൊക്കെ അറ്റൻഡ് ചെയ്ത് നല്ല പ്ലെയറായിട്ട് ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന തോന്നിയിട്ടുണ്ട്. അർജന്റീനയുടെയും ബ്രസീലിന്റെ കളി ഇപ്പോൾ നെക്സ്റ്റ് കളികളിൽ ചിലപ്പോൾ ഇപ്പോൾ ബ്രസീലിന്റെ കളി തന്നെ വിലയിരുത്തണമെങ്കിൽ 2 പ്ലെയറിന് കളിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ വിജയ സാധ്യത എങ്ങനെ വിലയിരുത്തും? ഇല്ല, അവർ ജയിക്കില്ല. അർജന്റീന തന്നെ ജയിക്കുള്ളൂ. അർജന്റീന വിൻ ചെയ്യുന്നതാണ് ഉറപ്പ്. ഹോളണ്ട് നല്ല ശക്തരായ ഒരു എതിരാളികളാണ് അവർക്ക്. ഇപ്പോൾ ഇവരെ പരിശീലകർ നമ്മളൊപ്പം ഉണ്ട്. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത വ്യക്തികളാണ് തൃശ്ശൂരിനെ സംബന്ധിച്ച്. നമുക്ക് ചോദിക്കാം, ഇവിടുത്തെ ക്യാമ്പൊക്കെ എങ്ങനെ പോകും? സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഇപ്പം ശനി ഞായർ മാത്രമേ ഈ ക്യാമ്പ് നടക്കുന്നത്. ഇത് വർഷം മുഴുവനും സൺഡേ ആൻഡ് സാറ്റർഡേ ഹോളിഡേയ്സ് ഇത് നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് വേണ്ടിയിട്ടൊരു പ്ലെയർ, അതുപോലെ ഇന്ത്യക്ക് വേണ്ടി ഒരു പ്ലെയർ, അങ്ങനെ ഭാവി വാഗ്ദാനങ്ങളായിട്ട് ആരെങ്കിലും ഇവിടെ നമുക്ക്? ഞങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പോൾ ഒരു 3-4 കുട്ടികളുണ്ട്. അവരൊക്കെ ജില്ലയൊക്കെ കളിച്ച് നമ്മുടെ തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി കളിച്ച കുട്ടികളാണ്. ആ കുട്ടികൾ നല്ല ഭാവിയുള്ള കുട്ടികളാണ്. എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം കൊണ്ട് അവർ നമ്മളിപ്പോൾ സാർ ചോദിച്ച ഈ ചോദ്യത്തിനുള്ള ആ ഒരു എയിമിലേക്ക് എത്തും. ഇതുവരെയുള്ള കളികളെ വിലയിരുത്തുമ്പോൾ നമുക്ക് ഇപ്പോൾ നെക്സ്റ്റ് കളികളെ എങ്ങനെ കാണും? ഒരു വിജയ സാധ്യത ടീമുകൾക്ക് എങ്ങനെ കാണും? ഒരു പ്രഡിക്ഷൻ പറയുകയാണെങ്കിൽ ബ്രസീലിൽ ഈ ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നതുകൊണ്ട് ബ്രസീലിന് സാധ്യതകളുണ്ട്. പക്ഷേ ബ്രസീലിൻ്റെ സാധ്യതകൾ മരവിപ്പിക്കുന്നത് നെയ്മറുടെ അഭാവമാണ്. അതേപോലെ തന്നെ അർജന്റീനയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഓരോ കളി കഴിയുമ്പോൾ തോറും അർജന്റീന മെച്ചപ്പെട്ട് വരുന്ന ഒരു നിലവാരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അർജന്റീന ബ്രസീൽ ഫൈനൽ വരാനാണ് സാധ്യത. നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന കുട്ടികളിൽ വളരെ കഴിവുകളുള്ളവരുണ്ട്. അവർ പലരും ഒരു തരത്തിലെത്തി കഴിഞ്ഞാൽ പിന്നീട് അവിടുന്ന് ഫ്ലോപ്പായി പോവാണ്. അതിനുള്ള കാരണങ്ങൾ, അതായത് പല കുട്ടികളും ചെറുപ്പത്തിലെ പ്രാക്ടീസ് തുടങ്ങിയ കുട്ടികൾ വളരെയധികം ഒരു ഏജ് 11th 12th വരുമ്പോഴേക്കും അവർ അതോടുകൂടി കളി നിർത്തുകയാണ്. അത് ഒന്നാലെ ഇഞ്ചറിയോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ, അവർക്ക് എഞ്ചിനീയറാണ്, ഡോക്ടറാണ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഉദ്ദേശത്തിലായിരിക്കും അവർ കുട്ടികൾ പാരൻസ് അവർ പിൻവലിക്കായിരിക്കും. ക്രിക്കറ്റിന് കിട്ടുന്ന പ്രാധാന്യം ഫുട്ബോളിന് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഫുട്ബോളിൽ പുതിയ ആളുകൾ വരാത്തതും. ക്രിക്കറ്റിനെ സംബന്ധിച്ചോളം ക്രിക്കറ്റ് ഇപ്പോൾ വേൾഡിൽ തന്നെ ഒരു 10 രാഷ്ട്രങ്ങൾ കളിക്കുന്നുള്ളൂ. വേൾഡിൽ മൊത്തം നോക്കിയാൽ ഇത് ഫുട്ബോളാണ് കൂടുതൽ. നമ്മളിപ്പോൾ 3-4 കൊല്ലമായിട്ട് ഫോറിൻ കോച്ചസിനെ കൊടുന്ന് പരിശീലിപ്പിക്കുകയാണ്. എന്നിട്ടും ഇന്ത്യക്ക് ഇമ്പ്രൂവ്മെന്റ് വരുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഇവിടെ പരിശീലനത്തിൽ വരുന്ന താങ്കളുടെ മകനെ ഒരു ഫുട്ബോളറാക്കാൻ വേണ്ടിയാണോ കളിപ്പിക്കുന്നത്? മകന് താല്പര്യം ഫുട്ബോളിനോടാണ്. അത് ചെറുപ്പത്തിലെ തൊട്ട് താല്പര്യം ഫുട്ബോളിനോടാണ് പറഞ്ഞത്. അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് നമ്മൾ കൊടുക്കും. ചേട്ടൻ ഏത് ടീമിൻ്റെ? ബ്രസീൽ ടീം. ബ്രസീൽ ടീമിൻ്റെ ആരാണ് ഇഷ്ടതാരം? മെസ്സിയാണ്. മെസ്സിനാണ് വ്യക്തിപരമായിട്ട് ഇഷ്ടം. ബ്രസീൽ ടീമിനോട് ഒരു ആരാധന. ബ്രസീൽ എന്താ ഈ പ്രാവശ്യം കപ്പെടുക്കില്ല എന്നാണ് ഷുവർ. കാരണം വെച്ചാൽ നെയ്മറിൻ്റെ അഭാവത്തിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ടോട്ടലി ആ ഗെയിം നെയ്മറിൻ്റെ കൺട്രോളിലാണ് കളി. ഇപ്പോൾ കളികളൊക്കെ കാണാറുണ്ട്.
ഇഷ്ട ടീം ഏതാ? ബ്രസീൽ. ബ്രസീൽ തന്നെയാണ് ഇഷ്ടം. ഗ്രൂപ്പ് മത്സരങ്ങൾ കഴിഞ്ഞു, ക്വാർട്ടർ കഴിഞ്ഞു, നമ്മുടെ പ്രീ ക്വാർട്ടർ കഴിഞ്ഞു. അതിലൊക്കെയും അർജന്റീന നേരിട്ട് പറഞ്ഞാൽ അത് വലിയ ശക്തരാണെന്ന് പറയാൻ പറ്റില്ല. ആദ്യമേ കളിച്ച് വന്നിട്ടുള്ള ആൾക്കാർ, അങ്ങനെ പല ആൾക്കാരുടെ ഏറ്റുമുട്ടുണ്ട്. മറ്റുള്ള ഒരു മരണ ഗ്രൂപ്പിലൊന്നും ഉൾപ്പെടാതെ വളരെ എളുപ്പത്തിൽ കയറി വന്നൊരു ടീമാണെന്ന് പറയാം. ഏത് ടീം കിട്ടിയാലും ആ ടീമിനനുസരിച്ച് അർജന്റീന കളിക്കും. എത്ര നാളായി ഇപ്പോൾ ക്യാമ്പിന് വന്ന് തുടങ്ങിയിട്ട്? 2 മാസം. ക്യാമ്പൊക്കെ എങ്ങനെയുണ്ട്? നല്ല ക്യാമ്പാണ്. നല്ല ക്യാമ്പാണ്. നന്നായി കളിക്കുക എന്നുള്ള ആത്മവിശ്വാസം ഉണ്ട്. ഇനി ഭാവിയിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ പറ്റുമോ? കളിക്കും. ഏത് ടീമിന്റെ? അർജന്റീന. അടുത്ത കളിയിൽ അർജന്റീന ജയിക്കും ഉറപ്പുണ്ട്. കപ്പടിക്കും ഈ പ്രാവശ്യം? കപ്പടിക്കുമെന്നാണ് പ്രതീക്ഷ. സെമിയിൽ പുറത്താവോ? ഇല്ല. ക്യാമ്പിലേക്കും പോയി. നീ വരുമോ? തിരിച്ചു വരുമോ? വരില്ല. ഇന്നിപ്പോൾ ആകെ ഒരു സംഘർഷം നിറഞ്ഞ ലോകത്തിലൊരു സൗഹൃദം ഉണ്ടാവുന്നത് ഇങ്ങനത്തെ ഓരോ മത്സരങ്ങളെ കൊണ്ടാണ്. പക്ഷേ ഈ ഇപ്പോഴത്തെ കളി കാണുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഫൗളിങ്ങിൻ്റെ രീതിയൊക്കെ ആകുമ്പോൾ നന്നായി കളിക്കുന്ന ഒരാളെ മാക്സിമം ഒതുക്കുക എന്നുള്ള രീതിയിലേക്ക് പോകണ്ടോ കളിയെന്ന് തോന്നുക കാണുമ്പോൾ. അത് ഓരോ രാഷ്ട്രങ്ങളുടെ ഓരോ രീതിയാണ്, നമുക്ക് മുഴുവൻ കുറ്റം പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ആ നെയ്മറെ ഫൗൾ ചെയ്യുന്ന രീതി കണ്ടപ്പോൾ ഞങ്ങൾക്ക് വാസ്തവത്തിൽ വിഷമം തോന്നി. ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാവി വാഗ്ദാനങ്ങളാണ് ഈ കളിക്കളത്തിൽ. കാൾഡിയൻ ഫുട്ബോൾ അക്കാദമിയിൽ നിന്നും ക്യാമറമാൻ ആഷിഖിനൊപ്പം സംഗീത്, ടീം TCV. ലോകകപ്പ് വിശേഷങ്ങളിൽ ഇനി ഒരു ചെറിയ ഇടവേള. വാർത്തകളിലേക്ക്. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശവുമായി മറ്റത്തൂർ സെന്റ് ജോസഫ് UP സ്കൂളിൽ സൌഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ ഈഴേക്കാടൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ അർജന്റീന, ബ്രസീൽ എന്നിങ്ങനെ 2 ടീമുകളായിട്ടാണ് ഏറ്റുമുട്ടിയത്. മത്സരത്തിൽ ബ്രസീൽ ടീം വിജയിച്ചു. ഇരു ടീമുകളും 2 ഗോളുകൾ വീതം അടിച്ച് സമനിലയിലായതിനെ തുടർന്ന് പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് ബ്രസീൽ ടീം വിജയിച്ചത്. പ്രധാനാധ്യാപിക AK ലീന വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തിന്റെ ആവേശം നെഞ്ചിലേറ്റി കൊടുങ്ങല്ലൂരിൽ നടന്ന പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരത്തിൽ CFC ചേരമാൻ വിജയികളായി. നിരവധി ടീമുകൾ പങ്കെടുത്ത മത്സരം കാവിൽക്കടവ് മയൂരശേഖരപുരം ചലഞ്ചേഴ്സ് ക്ലബ്ബാണ് സംഘടിപ്പിച്ചത്. കൊടുങ്ങല്ലൂർ SI PK പത്മരാജൻ സമ്മാനദാനം നിർവഹിച്ചു. സീരിയൽ താരം അംബിക മോഹൻ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. വാർഡ് കൌൺസിലർ ജോളി ഡിൽഷൻ, TN പ്രസീദ്, TR സജീവൻ, KV ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ ട്രാഫിക് പോലീസിനും ഹൈവേകളിലുള്ള ലോക്കൽ പോലീസിനും അപകടങ്ങളിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നതിനാവശ്യമായ സൌജന്യ പരിശീലനം നൽകാൻ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രി ആവിഷ്കരിച്ച ട്രോമ കെയർ പദ്ധതിക്ക് തുടക്കമായി. സൌജന്യ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം സിറ്റി പോലീസ് കമ്മീഷണർ P. പ്രകാശ് നിർവഹിച്ചു. ACP ഷാഹുൽ ഹമീദ്, ജൂബിലി മിഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സുനിൽ ചിരിയങ്കണ്ടത്ത് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗം മേധാവി പ്രൊഫസർ ഡോക്ടർ ബാബു ഉറുമീസ് പാലാട്ടി, ഡോക്ടർ AV ജയരാജ് എന്നിവർ ക്ലാസ്സെടുത്തു. അധ്യാപകരുടെ നിയമനം PSCക്ക് വിട്ടുകൊടുക്കാനുള്ള തീരുമാനം ന്യൂനപക്ഷ വിദ്യാഭ്യാസ അവകാശങ്ങളിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് KCBC വിദ്യാഭ്യാസ കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അഭിപ്രായപ്പെട്ടു. കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് പ്രവർത്തക യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധ്യാപിക വിദ്യാർത്ഥി അനുപാതം കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമമനുസരിച്ച് പുനഃക്രമീകരിക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് ആർച്ച് ബിഷപ്പ് ചൂണ്ടിക്കാട്ടി. ടീച്ചേഴ്സ് ഗിൽഡ് പ്രസിഡന്റ് ജോഷി വടക്കൻ അധ്യക്ഷനായിരുന്നു. ഇടവേള. വാർത്തകളിലേക്ക്. ടിപ്പർ എർത്ത് മൂവേഴ്സ് സമിതി ഒല്ലൂർ ഏരിയ കൺവെൻഷൻ പുത്തൂരിൽ സംസ്ഥാന സെക്രട്ടറി രാജൻ ഡയമണ്ട് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ജോസ് മാടാനി അധ്യക്ഷനായിരുന്നു. മാതൃകാ ഡ്രൈവർമാരായി തെരഞ്ഞെടുക്കപ്പെട്ടവരെ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോണി ചിറയത്ത് ആദരിച്ചു. TB സുരേന്ദ്രൻ, പുഷ്കരൻ കാക്കനാട്ട്, സന്തോഷ് ജവാൻ, ഗിരി കള്ളാടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഏരിയ പ്രസിഡന്റായി ജോസ് മാടാനി, വൈസ് പ്രസിഡന്റുമാരായി ആന്റോ മധുപുരം, സൈമൺ ചിറയത്ത് എന്നിവരെ തിരഞ്ഞെടുത്തു. ഗിരി കള്ളാടത്തിലാണ് സെക്രട്ടറി. ജോയിന്റ് സെക്രട്ടറിമാരായി ജോസ് മുതുക്കൻ, സുനി പതിയാടൻ, ട്രഷററായി രാജു ഐക്യത്തറ എന്നിവരെയും തെരഞ്ഞെടുത്തു. അയ്യന്തോൾ ഹോമിയോ ഡിസ്പെൻസറിയിൽ സ്ഥിരം ഡോക്ടറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഡിസ്പെൻസറിക്ക് മുന്നിൽ ധർണ നടത്തി. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് A. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് OV മനോജ് അധ്യക്ഷനായിരുന്നു. കൌൺസിലർ K. രാമനാഥൻ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ K. സുരേഷ്, C. സിനോജ്, ജോസ് പുലിക്കോട്ടിൽ, സെബി മുട്ടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകളിലേക്ക്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഷീരിയൻ കണ്ടത് ജുവലറി.
സ്വർണം ഗ്രാമിന് 2600, വെള്ളി 10 ഗ്രാമിന് 480, തങ്കം ഗ്രാമിന് 2795 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി, MG റോഡ്, രാംദാസ് തിയേറ്ററിന് സമീപം, തൃശൂർ. തൃശൂർ ജനറൽ ആശുപത്രിയുടെ വികസനത്തിന് സംസ്ഥാന സർക്കാർ 5 കോടി രൂപ അനുവദിച്ചു. സ്റ്റാഫ് പാറ്റേണിൽ മാറ്റം വരുത്തി ജനറൽ ആശുപത്രിക്ക് ആവശ്യമായ ജീവനക്കാരെ ഉടൻ നിയമിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി. കാർഷിക സർവകലാശാല മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ പീഡനശ്രമം നടന്നതായി റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് സർവകലാശാല വനിതാ സെൽ റിപ്പോർട്ട് വൈസ് ചാൻസലർ പൂഴ്ത്തിയതായി ആരോപണം. നരേന്ദ്രമോദി സർക്കാരിന്റെ കേന്ദ്ര റെയിൽവേ ബജറ്റ് നാളെ. ഏറെ പ്രതീക്ഷകളോടെ സാംസ്കാരിക നഗരി. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും മുൻ സെക്രട്ടറിയും മാനസികമായി പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ തെളിവെടുപ്പ് ആരംഭിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് ചെയർപേഴ്സൺ നൽകിയ പരാതിയിൽ ആരോപണ വിധേയരായവരെ കമ്മീഷൻ വിചാരണ ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.